പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ക്ലാരിറ്റി ഇല്ലാത്തൊരു പിക്ചറിനെ എങ്ങനെ അതിൻ്റെ ക്ലാരിറ്റി കൂട്ടാമെന്നാണ്. നിങ്ങൾക്കിപ്പോൾ ജസ്റ്റ് അതിൻ്റെ ക്ലാരിറ്റി കൂട്ടൽ മാത്രം മതിയെങ്കിൽ ഞാൻ ആദ്യമേ തന്നെ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താം. റെമിനി എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. നിങ്ങളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക, ഒരു ആഡ് വാച്ച് ചെയ്യുക, നമ്മുടെ ഫോട്ടോ ക്ലിയർ ആയി. അതല്ല, നിങ്ങൾ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പിക്ചർ എൻഹാൻസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ വരെ നമ്മുടെ ഫോട്ടോ എൻഹാൻസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസിൽ കുറച്ചധികം തന്നെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ആ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി വരച്ചാൽ മാത്രമേ നമ്മൾ വരയ്ക്കുന്ന ചിത്രത്തിനും നമുക്ക് വരയ്ക്കാൻ കിട്ടിയ ഒറിജിനൽ ചിത്രത്തിനും തമ്മിൽ സാമ്യതകൾ ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് തന്നെ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പ്ലേ സ്റ്റോറിൽ കയറിയതിന് ശേഷം റെമിനി എന്ന് ടൈപ്പ് ചെയ്ത് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഓൾറെഡി തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷനകത്ത് കയറി നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. ആപ്ലിക്കേഷന് പുറത്ത് നിന്ന് ഷെയർ ചെയ്തുകൊണ്ടും ആപ്ലിക്കേഷനിലേക്ക് ഫോട്ടോ എത്തിക്കാം. അതുകൂടാതെ നമുക്കിതിൽ പ്രീമിയം പർച്ചേസിങ്ങും വരുന്നുണ്ട്. അതിൻ്റെ ആവശ്യം നമുക്കിപ്പോൾ വരുന്നില്ല. ഞാനിപ്പോൾ ഗാലറിയിൽ പോയതിന് ശേഷമാണ് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. ഞാനിപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ തന്നെ ഇവിടെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഒന്ന് ജസ്റ്റ് ബ്ലർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിനെ നമ്മൾ ക്ലാരിറ്റി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യുമ്പോൾ എന്തൊക്കെ വ്യത്യാസമാണ് വരുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു ഫോട്ടോയെ റെമിനിലേക്ക് ഷെയർ ചെയ്യാം. അപ്പോഴത്തേക്കും ഒരു ആഡ് വാച്ച് ചെയ്യേണ്ടതുണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. എൻ്റെ ഡിവൈസിൽ ആഡ് കാണിക്കത്തില്ല. ഞാനിപ്പോൾ ആഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു 5 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഫോട്ടോ ക്ലിയർ ആയിട്ട് വരുന്നതാണ്. നമ്മുടെ ഫോട്ടോ ഇപ്പോൾ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ലെഫ്റ്റും റൈറ്റും നമുക്കിത് നമ്മുടെ പിക്ചറിനെ കാണാൻ കഴിയും. ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. തൽക്കാലം നമ്മൾ അതൊന്നും നോക്കുന്നില്ല. നമ്മളിപ്പോൾ തന്നെ ഇതിനെ സേവ് ഓപ്ഷൻ കൊടുത്ത് സേവ് ചെയ്യുകയാണ്. മുകളിൽ സേവ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സേവ് ചെയ്യുമ്പോഴും നമ്മളൊരു ആഡ് വാച്ച് ചെയ്യേണ്ടതുണ്ട്. ആ ആഡ് വാച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫോട്ടോ ഗാലറിയിലേക്ക് സേവ് ആകുന്നതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ജസ്റ്റ് ഒരു എൻഹാൻസിങ് മാത്രമാണ്. വരയ്ക്കുവാൻ പോകുന്ന ചിത്രങ്ങൾ എങ്ങനെയാണ് എൻഹാൻസ് ചെയ്യേണ്ടതെന്നും ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ളതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ചെയ്ത പിക്ചർ ഇപ്പോൾ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു പിക്ചറിനെ എൻഹാൻസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുന്നു. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നത്തെ പേജിലേക്ക് പോകുന്നു. അവിടെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഓപ്ഷൻസ് കുറച്ച് നമുക്കത് കാണാൻ കഴിയും. ഇതിലിപ്പോൾ വരുന്നത് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ, കളർ, ബാക്ക്ഗ്രൗണ്ട് എൻഹാൻസർ, ഫേസ് റീടച്ച്, ഫേസ് എൻഹാൻസർ എന്നിങ്ങനെയാണ് വരുന്നത്. ഇതിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ നമുക്ക് അധികം യൂസ് ഒന്നും വരുന്നില്ല. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലർ ചെയ്യാം. പക്ഷേ നമുക്ക് യൂസ് വരുന്നതാണ് കളർ ടോൺ. ഇപ്പോൾ നോക്കുക, നമ്മുടെ പിക്ചറിൻ്റെ ലെഫ്റ്റും റൈറ്റ് സൈഡിൽ ഇപ്പോൾ വളരെ വൈറ്റായിട്ടും ലെഫ്റ്റ് സൈഡിൽ ഡാർക്കായിട്ടുമാണ് കാണുന്നത്. ഞാനിപ്പോൾ ഓൾറെഡി ഒരു ബ്ലാക്ക് ഷെയ്ഡാണ്, പക്ഷേ ഇവിടെ വൈറ്റ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് കളർ ഡിസേബിൾ ചെയ്ത് നമ്മൾ ആ ഒരു ആക്ച്വൽ ടോണിൽ വരച്ചാൽ മാത്രമേ നമ്മൾ വരയ്ക്കുന്ന പിക്ചറിലും ഒറിജിനൽ പിക്ചറിലും അതേ ഒരു ഇമ്പാക്റ്റ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടെ കളർ ഡിസേബിൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ നോക്കുക, നമ്മുടെ പിക്ചറിൻ്റെ ലെഫ്റ്റും റൈറ്റും ഈക്വലായിട്ട് ഒരേ കളർ ടോണിൽ തന്നെ വന്നിട്ടുണ്ട്. അടുത്തായിട്ട് വരുന്നത് ബാക്ക്ഗ്രൗണ്ട് എൻഹാൻസർ ആണ്. ബാക്ക്ഗ്രൗണ്ട് എൻഹാൻസ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തായിട്ട് വരുന്നത് ഫേസ് റീടച്ച്. ഇത് മസ്റ്റായിട്ടും ഡിസേബിൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഫേസ് റീടച്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഐ ബാഗ്, കൺപോളയുടെ ലൈന്, അതുപോലെ തന്നെ കവിളിൻ്റെ ചുളിവുകൾ, അതിൻ്റെ ഉയർച്ച താഴ്ച ഇതെല്ലാം സ്മൂത്താക്കി മാറ്റുന്ന ഒന്നാണ് ഫേസ് റീടച്ച്. ഇത് എനേബിൾ ആണെങ്കിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് മുന്നോട്ട് നോക്കാം. തൽക്കാലം നമ്മളത് ഡിസേബിൾ ചെയ്ത് സേവ് ആക്കുന്നു. അടുത്തതായി നമുക്ക് നമ്മുടെ 3 പിക്ചറിനെ കമ്പയർ ചെയ്ത് നോക്കാം. ഇപ്പോൾ ആദ്യം വച്ചിരിക്കുന്നത് ബ്ലറായിട്ടുള്ള പിക്ചർ, രണ്ടാമത് എൻഹാൻസ് ചെയ്ത ആദ്യത്തെ പിക്ചറും, മൂന്നാമത്തത് എൻഹാൻസ് ചെയ്ത രണ്ടാമത്തെ പിക്ചറുമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കളർ ടോണിൽ വലിയ വ്യത്യാസമുണ്ട് ആദ്യത്തെ എൻഹാൻസ്ഡ് പിക്ചറിൽ. അതുപോലെ തന്നെ ഐ ബാഗ് നോക്കുക. ഐ ബാഗ് വളരെ ലൈറ്റായിട്ടാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മളിത് വരയ്ക്കുന്ന സമയത്ത് ഇതിനേക്കാളും ലൈറ്റാകി പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ലൈറ്റാകുകയാണെങ്കിൽ ആളിൻ്റെ കണ്ണ് ഒരു കൊച്ചുകുട്ടിയുടെ കണ്ണായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഐ ബാഗ് ഇല്ലെങ്കിൽ ഏജ് ഡിഫറൻസാണ് അവിടെ തോന്നിക്കുന്നത്. അടുത്തതായിട്ട് വരുന്ന മിസ്റ്റേക്കാണ് നോസും കവിളും തമ്മിലുള്ള ഒരു കണക്ഷൻ. അവിടുത്തെ ആ ഒരു കണക്ഷനാണ് നമ്മുടെ കവിളിനെ പ്രൊജക്റ്റ് ആക്കുന്നത്. ആ ഒരു കണക്ഷൻ വരുമ്പോൾ, അത് ഡാർക്കായിട്ട് വരുമ്പോൾ അത്രത്തോളം അത് പ്രൊജക്റ്റ് ചെയ്യാതാണ് നിൽക്കുന്നത്. ആ ഒരു പ്രൊജക്ഷൻ മാറുന്നത് വഴി ആളിൻ്റെ കവിളിൻ്റെ ഷേപ്പ് മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യമാണ്. അടുത്തതായിട്ട് വരുന്ന മെയിൻ മിസ്റ്റേക്കാണ് കണ്ണിൻ്റെ ഷേപ്പ്. ഇപ്പോൾ മെയിലിൻ്റെ ഐസൊക്കെയാണ് വരുന്നതെങ്കിൽ അതൊരു സ്ക്വയർ ഷേപ്പ് പോലെ ആയിരിക്കും. ഫീമെയിലിൻ്റെതാണെങ്കിൽ ഒരു കർവ് ഷേപ്പ് ആയിരിക്കും. നമ്മുടെ ഈ ഒരു എൻഹാൻസ് ചെയ്യുന്ന സമയത്ത് വരുന്ന മെയിൻ മിസ്റ്റേക്കാണ് ഈ ഒരു കർവിങ്. ഇപ്പോൾ നമ്മുടെ കണ്ണ് നോക്കുക, കർവ് ചെയ്താണ് എടുത്തിരിക്കുന്നത്.
നമ്മളിത് വരയ്ക്കുന്ന സമയത്ത് ഇനിയും കർവാകാം. പക്ഷേ നമ്മൾക്ക് വേണ്ടത് ഒരു സ്ക്വയർ ഷേപ്പ് പോലെയാണ്. അപ്പോൾ അത് മെയിൻ മിസ്റ്റേക്കാണ്. ഇതും നമുക്കിപ്പോൾ എൻഹാൻസ് ചെയ്യുമ്പോൾ വരുന്നൊരു മിസ്റ്റേക്കാണ്. ഇപ്പോൾ ഈ ഒരു പിക്ചർ വളരെ ക്ലോസ് ആയിട്ടുള്ള പിക്ചർ ആയതുകൊണ്ട് മിസ്റ്റേക്സ് അല്പം കുറവാണ്. ലോങ് ആയിട്ടുള്ള പിക്ചറും ബ്ലർ കൂടിയ പിക്ചറുമാണെങ്കിൽ ഇനിയും മിസ്റ്റേക്സ് വരുന്നുണ്ട്. അതിലൊരു മിസ്റ്റേക്കാണ് കണ്ണിൻ്റെ ഷേപ്സിൻ്റെ ഡയറക്ഷൻ. ഇപ്പോൾ കണ്ണിൻ്റെ നോർമൽ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒരു കർവ് ലൈനിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കർവ് ലൈനായിരിക്കും കണ്ണിൻ്റെ എല്ലാ എൻഡ്സും വരുന്നത്. ഇപ്പോൾ നമ്മുടെ എൻഹാൻസ് ചെയ്യുമ്പോൾ ഇത് സ്ട്രെയിറ്റ് ആയി പോകാനും അതുപോലെ തന്നെ കണ്ണിൻ്റെ എൻഡ് പോയിൻറ്റുകൾ തമ്മിൽ വ്യത്യാസം വരുത്താനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ വരച്ചിരിക്കുന്നത് പോലെ വ്യത്യാസം വരാനും സാധ്യതയുണ്ട്. അപ്പോൾ വരയ്ക്കുന്ന സമയത്തും ഇതും നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം വരയ്ക്കാനായിട്ട്. ഇപ്പോഴത്തെ ഈ ഒരു എൻഹാൻസ് പിക്ചറിൽ വലിയ മിസ്റ്റേക്സ് ഇല്ല. നമ്മുടെ ഈ ഒരു പിക്ചറിൽ ഒരു മെയിൻ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ചിത്രത്തിലെ കണ്ണുകൾ സെൻറ്ററിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഹൈലൈറ്റാണ് കണ്ണിൻ്റെ ഡയറക്ഷനും നിശ്ചയിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു എൻഹാൻസ്ഡ് പിക്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ ഐബോൾ ലെഫ്റ്റ് സൈഡിലേക്ക് നീങ്ങി അതിലെ ഹൈലൈറ്റ് റൈറ്റിലേക്ക് നീങ്ങിയുമാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ റൈറ്റ് സൈഡിലെ ഐബോൾ ആണെങ്കിൽ അത് സെൻറ്ററിലും അതിൻ്റെ ഹൈലൈറ്റ് സെൻറ്ററിലുമാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നമ്മളിത് വരയ്ക്കുന്ന സമയത്ത് അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങി പോവുകയാണെങ്കിൽ നമ്മുടെ കണ്ണ് കോങ്കണ്ണായിട്ട് മാറിപ്പോകും. അപ്പോൾ ഇത് മെയിനായിട്ടുള്ള മിസ്റ്റേക്കാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മിസ്റ്റേക്കാണ് ഈ ഒരു മിസ്റ്റേക്ക്. നമ്മുടെ ബ്ലറായിട്ടുള്ള പിക്ചറും എൻഹാൻസ് ചെയ്ത ആദ്യത്തെ പിക്ചറുമായിട്ടുള്ള മെയിനായിട്ടുള്ള കുറച്ച് കമ്പാരിസനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ നമ്മുടെ ലിപ്സും ടീത്തൊക്കെ വരുന്നുണ്ട്. അതിൽ വലിയ മിസ്റ്റേക്സ് ഇപ്പോൾ കാണിച്ചിട്ടില്ല. ടീത്ത് വരയ്ക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഫേസിൻ്റെ ചരിവനുസരിച്ച് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കണം ടീത്ത്സ് വരയ്ക്കേണ്ടത്. നമ്മളിപ്പോൾ ബോഡി പാർട്സുകളൊക്കെ വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന വീഡിയോകളിൽ ചെയ്യുന്നുണ്ട്. ഓരോ ബോഡി പാർട്സും ഇയർ, ഐ, നോസ്, ലിപ്സ്, ടീത്ത്സ് അതൊക്കെ എങ്ങനെയാണ് വരയ്ക്കേണ്ടത് നമുക്ക് ഇനി വരുന്ന വീഡിയോയിൽ നോക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് എൻഹാൻസ്ഡ് ആയിട്ടുള്ള പിക്ചറിൻ്റെ കാര്യങ്ങളാണ് നോക്കിയത്. ഇപ്പോൾ ഇത് നേരെ നമ്മുടെ സെക്കൻഡ് എൻഹാൻസ്ഡ് ആയിട്ടുള്ള പിക്ചറിൽ നോക്കുകയാണെങ്കിൽ ആദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ ഒരു കണ്ണിൻ്റെ ഷേപ്പ്, അതുപോലെ തന്നെ കവിളിൻ്റെ സൈഡ്, അതുപോലെ നോസിൻ്റെ ഒരു ഷേപ്പ്, അതും നമ്മൾ നേരത്തെ വിട്ടുപോയതാണ്. നോസിൻ്റെ ആക്ച്വൽ ഷേപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പിന്നെ കളർ ടോണ്, ടീത്ത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലിയറായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ക്ലിയർ ആകാത്തൊരു കാര്യമുണ്ട്, നമ്മുടെ ഐൻ്റെ ആ ഒരു ഹൈലൈറ്റും അതിൻ്റെ ഒരു ഡയറക്ഷനും. അപ്പോൾ അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കി വരച്ചാൽ മാത്രമേ ക്ലിയറായിട്ട് കിട്ടുകയുള്ളൂ. ഐ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഇനി വരുന്ന വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അത് കുറച്ചധികം കാര്യങ്ങൾ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ പിക്ചറും അതായത് ഒറിജിനൽ പിക്ചറും നമ്മൾ എഡിറ്റ് ചെയ്ത പിക്ചറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കാം. ഇപ്പോൾ ഇവിടെ ആദ്യം വച്ചിരിക്കുന്ന ഒറിജിനൽ പിക്ചറാണ്. നമ്മൾ നേരത്തെ മറ്റ് പിക്ചറൊക്കെ നോക്കിയത് കൊണ്ട് നമുക്ക് ഇനി ഒറിജിനൽ പിക്ചർ മാത്രം ചെക്ക് ചെയ്താൽ മതി. ആദ്യം തന്നെ ആ ഒരു കൗളിൻ്റെ കണക്ഷൻ, അത് ഡാർക്കായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ കണ്ണിൻ്റെ ഷേപ്പ്, ഐ ബാഗ്, അടുത്ത് ശ്രദ്ധിക്കേണ്ടതാണ് ഹൈലൈറ്റ്, നമ്മുടെ കണ്ണിൻ്റെ ഹൈലൈറ്റ്. അവിടെ 3 ഹൈലൈറ്റ് വന്നത് കൊണ്ടാണ് ലെഫ്റ്റിലും റൈറ്റിലും 2 തരത്തിലുള്ള ഹൈലൈറ്റ്സ് നമുക്ക് ആ ഒരു എൻഹാൻസ്ഡ് പിക്ചറിൽ കിട്ടിയത്. കൃത്യമായിട്ടുള്ള ഹൈലൈറ്റ് കൃത്യം സെൻറ്ററിലാണ് വരുന്നത്. ലെഫ്റ്റിലും റൈറ്റിലും ചെറിയൊരു ഹൈലൈറ്റ് മാത്രമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ണിൻ്റെ ഡയറക്ഷൻ നിശ്ചയിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മളൊരു പിക്ചർ എൻഹാൻസ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് വരയ്ക്കുവാൻ വേണ്ടിയിട്ട് ഒരു ചിത്രത്തെ എൻഹാൻസ് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം എൻഹാൻസ് ചെയ്ത ചിത്രം വളരെയധികം മിസ്റ്റേക്കുള്ള ചിത്രമാണ്. എന്നാൽ രണ്ടാമത് എൻഹാൻസ് ചെയ്ത ചിത്രം കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി തന്നെ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം, നോസിൻ്റെ കാര്യം, ഇപ്പോഴത്തെ ഈ ഒരു 3 പിക്ചറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടാമത് എൻഹാൻസ് ചെയ്ത ചിത്രവും അതുപോലെ തന്നെ ഒറിജിനൽ പിക്ചറുമായിട്ടാണ് നമ്മുടെ നോസ് ക്ലിയർ ആയിട്ട് വരുന്നത്. ആദ്യത്തെ പിക്ചറുമായിട്ട് ഒരുപാട് തന്നെ വ്യത്യാസങ്ങളുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക. അതുപോലെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളോ മിസ്റ്റേക്സോ ഉണ്ടെങ്കിൽ അതും കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് വേണമെങ്കിൽ അതും കമൻറ്റിൽ പറയുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക്